സമാധാനം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തമിഴ് സാഹിത്യത്തിലെ എക്കാലത്തെയും മഹത്തായ കൃതികളിലൊന്നായ കൽക്കി കൃഷ്ണമൂർത്തിയുടെ വിഖ്യാത നോവൽ പൊന്നിയിൻ സെൽവൻ ആണ്. ഈ കൃതിയുടെ ഹൃദയം വന്ധ്യത്തേവൻ, കുന്തവൈ, നന്ദിനി, പൂങ്കുഴലി, ആഴ്വാർക്കടിയാൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ്. ഇവരിലൂടെ ചോളനാടിന്റെ തിരമാലകൾ പോലെ ഒഴുകുന്ന ഒരു കഥയാണ് നമുക്ക് മുന്നിൽ വിരിയുന്നത്. വന്ധ്യത്തേവന്റെ സാഹസികതയും നന്ദിനിയുടെ നിഗൂഢതയും കുന്തവയ്യുടെ ബുദ്ധിശക്തിയും അരുൾമൊഴിവർമ്മന്റെ ധീരതയും ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. കൽക്കി ശ്രീലങ്കയിലേക്ക് 3 തവണ യാത്ര ചെയ്താണ് ഈ നോവലിനായി വിവരങ്ങൾ ശേഖരിച്ചത്. ചരിത്രവും ഭാവനയും സമന്വയിപ്പിച്ച് അദ്ദേഹം തന്റെ വായനക്കാരെ 10ാം നൂറ്റാണ്ടിലെ തമിഴകത്തിന്റെ തെരുവുകളിലേക്കും കൊട്ടാരങ്ങളിലേക്കും കടലോരങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. പൊന്നിയിൻ സെൽവൻ തമിഴ് സാഹിത്യത്തിൽ മാത്രമല്ല, ലോകസാഹിത്യത്തിലും ഒരു അനശ്വര സൃഷ്ടിയാണ്. ഈ നോവലിന്റെ ഘടന ഇങ്ങനെയാണ്. പൊന്നിയിൻ സെൽവൻ എന്ന ഈ ബൃഹത്തായ നോവൽ 5 പ്രധാന ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ തലക്കെട്ടുകളുമുണ്ട്. പുതിയ വെള്ളപ്പൊക്കം, പുതിയ വെള്ളം, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയും ചോള സാമ്രാജ്യത്തിന്റെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരച്ചുകാട്ടുകയും ചെയ്യുന്ന ഭാഗം. സുഴിക്കാറ്റ്, സുഴൽക്കാറ്റ്, കഥ കൂടുതൽ സങ്കീർണമാകുകയും അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്ന ഭാഗം. കൊലവാൾ, കൊലവാൽ, കഥയിലെ സംഘർഷങ്ങൾ മൂർച്ഛിക്കുകയും നിർണായകമായ സംഭവങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഭാഗം. മകുടം, മകുടം, അധികാരത്തിലേക്കുള്ള പോരാട്ടങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്ന ഭാഗം. ത്യാഗത്തിന്റെ കൊടുമുടി, ത്യാഗശിഖരം, കഥയുടെ പരിസമാപ്തിയിലേക്കെത്തിച്ചേരുകയും പ്രധാന കഥാപാത്രങ്ങളുടെ വിധി നിർണയിക്കുകയും ചെയ്യുന്ന അവസാന ഭാഗം. ഓരോ ഭാഗത്തിലും അനേകം അധ്യായങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലുമായി 300-ലധികം അധ്യായങ്ങളും 2000-ലധികം പേജുകളും ഈ നോവലിനുണ്ട്. ഈ വലിയ പുസ്തകത്തെ അധ്യായങ്ങളായി വിഭജിച്ച് ഓഡിയോ ബുക്ക് പരമ്പരയിലൂടെ ഈ മഹാകാവ്യത്തിന്റെ മലയാളം പരിഭാഷയിലൂടെ നിങ്ങൾക്ക് ഈ കഥയുടെ ആഴവും വ്യാപ്തിയും അനുഭവിക്കാൻ കഴിയും. ചോളനാടിന്റെ പൊൻകാലത്തിലേക്കുള്ള ഈ യാത്രയിൽ ഓരോ അധ്യായവും നിങ്ങളെ ആവേശത്തിന്റെയും അത്ഭുതത്തിന്റെയും പുതിയ ലോകങ്ങളിലേക്ക് നയിക്കും. നമുക്കൊരുമിച്ച് ഈ സാഹസിക യാത്ര ആരംഭിക്കാം. പൊന്നിയിൻ സെൽവന്റെ ലോകത്തേക്ക്, ചോളനാടിന്റെ ഹൃദയത്തിലേക്ക്. പൊന്നിയിൻ സെൽവൻ ഭാഗം 1. പുതുവെള്ളം. അധ്യായം 1. ആടിത്തിരുനാൾ. ആദിയില്ല അന്തവുമില്ലാത്ത കാലപ്രവാഹത്തിലൂടെ ഭാവനയുടെ ഒരു ചെറുതോണിയിലേറി നമ്മോടൊപ്പം ഒരു യാത്രയ്ക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾ താണ്ടി നമുക്കിന്നേക്ക് ഏകദേശം 1000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോകാം. തൊണ്ടൈനാടിനും ചോളനാടിനുമിടയിലുള്ള തിരുമുനൈപ്പാടി രാജ്യത്തിന്റെ തെക്കേയറ്റത്ത്, തില്ലൈ ചിദംബരത്തിന് പടിഞ്ഞാറ് ഏകദേശം 2 കാലം ദൂരെ, അലയടിക്കുന്ന ഒരു കടലുപോലെ വിശാലമായൊരു ജലാശയം പരന്നുകിടക്കുന്നു. വീരനാരായണൻ ഏരി എന്നാണ് അതിന്റെ പേര്. തെക്കുവടക്ക് 1.5 കാതം നീളവും കിഴക്കു പടിഞ്ഞാറ് 1/2 കാതം വീതിയുമുണ്ട് അതിന്. കാലാന്തരത്തിൽ ആ പേര് ലോപിച്ച് ഇന്ന് വീരാണം ഏരി എന്നറിയപ്പെടുന്നു. ആടി ആവണി മാസങ്ങളിൽ പുതുവെള്ളം കുതിച്ചെത്തിയ ആ തടാകം കവിഞ്ഞൊഴുകുമ്പോൾ വീരനാരായണൻ ഏരിയുടെ കാഴ്ച കാണുന്ന ഏതൊരാളും നമ്മുടെ പൂർവീകർ അവരുടെ കാലത്ത് നേടിയെടുത്ത മഹാത്ഭുതങ്ങളെ ഓർത്ത് അഭിമാനവും വിസ്മയവും കൊള്ളും. നമ്മുടെ മുൻഗാമികൾ അവരുടെയും സമകാലികരുടെയും നന്മയ്ക്കു വേണ്ടി മാത്രമാണോ പ്രവർത്തിച്ചത്? അല്ല, ഈ മണ്ണിൽ തങ്ങൾക്ക് ശേഷം തലമുറകളായി വരാനിരിക്കുന്ന 1000 പിൻഗാമികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന മഹത്തായ കാര്യങ്ങൾ അവർ പൂർത്തിയാക്കിയില്ലേ? ആടിമാസം 18-ാം ദിവസം സന്ധ്യമയങ്ങുന്ന നേരം അലയടിക്കുന്ന കടലുപോലെ പരന്നുകിടന്ന ആ വീരനാരായണൻ ഏരിയുടെ തീരത്തുകൂടി ഒരു യുവയോദ്ധാവ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. തമിഴകത്തിന്റെ വീരചരിത്രത്തിൽ ഇടം നേടിയ വാണർകുലത്തിൽപ്പെട്ടവനായിരുന്നു അവൻ. വല്ലവരായൻ വന്ധ്യത്തേവനെന്നായിരുന്നു അവന്റെ പേര്. ദീർഘയാത്രയുടെ ക്ഷീണത്താൽ അവന്റെ കുതിര മെല്ലെയാണ് നടന്നിരുന്നത്. പക്ഷേ ആ യുവസഞ്ചാരിക്ക് അതിൽ വേവലാതി തോന്നിയില്ല. കാരണം ആകാശത്തോളം പരന്നുകിടക്കുന്ന വീരനാരായണൻ ഏരിയുടെ കാഴ്ച അവന്റെ ഹൃദയത്തെ അത്രമാത്രം കീഴടക്കിയിരുന്നു. ആടിപ്പതിനെട്ടിന് ചോളനാട്ടിലെ നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഇരുകരകളെയും തൊട്ടുകൊണ്ടൊഴുകുന്നത് പതിവാണ്.
ആ നദികളിൽ നിന്ന് ജീവൻ സ്വീകരിക്കുന്ന തടാകങ്ങളും പൂർണ്ണമായും നിറഞ്ഞ് തിരമാലകളാൽ അതിരുകളെ ചുംബിച്ചുകൊണ്ടിരിക്കും. ഭക്തർ വടകാവേരിയെന്നും സാധാരണക്കാർ കൊള്ളിടമെന്നും വിളിക്കുന്ന നദിയിൽ നിന്ന് വടവാർ എന്ന കൈവഴിയിലൂടെ വെള്ളം കുതിച്ചെത്തി വീരനാരായണൻ ഏരിയൊരു പൊങ്ങുന്ന കടലാക്കി മാറ്റിയിരുന്നു. ആ തടാകത്തിന്റെ 74 മടകളിലൂടെയും ജലം ഗുലുഗുലു ശബ്ദത്തോടെ പുറത്തേക്ക് പാഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളെ ജലസമൃദ്ധമാറ്റി. ആ ജലമുപയോഗിച്ച് കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലുകളിൽ ഉഴവും വിതയും നടിയിലും തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. നിലമുഴുതുന്ന കർഷകരും ഞാറുനടുന്ന കർഷക സ്ത്രീകളും ആനന്ദത്തോടെ മധുരമായ ഈണങ്ങൾ പാടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് വന്ദിയത്തേവൻ തന്റെ ക്ഷീണിച്ച കുതിരയെ വേഗത്തിൽ ഓടിക്കാതെ സാവധാനം മുന്നോട്ടുപോയി. തടാകക്കരയിൽ കയറിയപ്പോൾ മുതൽ ഈ തടാകത്തിന് 74 മടകളുണ്ടെന്ന് കേട്ടത് സത്യമാണോ എന്നറിയാൻ അവൻ ഓരോന്നായി എണ്ണാൻ തുടങ്ങി. ഏകദേശം 1.5 കാതം ദൂരം ആ ഭീമാകാരമായ തടാകക്കരയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവൻ 70 മടകൾ എണ്ണിക്കഴിഞ്ഞിരുന്നു. ഹോ, എന്തൊരു ബ്രഹ്മാണ്ഡമായ തടാകം! എത്രയെത്ര നീളം, എത്രയെത്ര വീതി! തൊണ്ടൈനാട്ടിൽ പല്ലവ ചക്രവർത്തിമാർ നിർമ്മിച്ച തടാകങ്ങളെല്ലാം ഇതിനു മുന്നിൽ വെറും ചെറുകുളങ്ങൾ പോലെ തോന്നുവല്ലോ. വടകാവേരിയിലൂടെ വെറുതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം ജനങ്ങൾക്കായി ഉപയോഗിക്കാൻ മധുരൈക്കൊണ്ട പരാന്തക ചോളന്റെ പുത്രനായ രാജാദിത്യ രാജകുമാരൻ ഇങ്ങനെയൊരു കടലുപോലെയുള്ള തടാകം നിർമ്മിക്കാൻ തീരുമാനിക്കയല്ലോ. അത് മനസ്സിൽ ചിന്തിക്കുക മാത്രമല്ല, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്തല്ലോ. എത്ര വലിയ ദീർഘവീക്ഷണമുള്ളവനായിരിക്കണം അദ്ദേഹം! വീരപരാക്രമത്തിൽ അദ്ദേഹത്തിന് തുല്യനായി ആരുണ്ട്? തക്കോളത്ത് നടന്ന യുദ്ധത്തിൽ സ്വയം മുന്നണിയിൽ നിന്ന് ആനപ്പുറത്തേറി പോരാടിയവനല്ലേ അദ്ദേഹം? ശത്രുക്കളുടെ വേൽ നെഞ്ചില്ലേറ്റുവാങ്ങി വീരമൃത്യു വരിച്ചവനല്ലേ അദ്ദേഹം? അതുകൊണ്ടല്ലേ യാനേമേൽ തുഞ്ചിയ ദേവർ എന്ന പേരിൽ അദ്ദേഹം വീരസ്വർഗം പൂകത്? ഈ ചോളവംശത്തിലെ രാജാക്കന്മാർ അത്ഭുത മനുഷ്യരാണല്ലോ. അവരുടെ വീര്യം പോലെ തന്നെയാണ് ധർമ്മനിഷ്ഠയും, ധർമ്മനിഷ്ഠ പോലെ തന്നെയാണ് ദൈവഭക്തിയും. അങ്ങനെയുള്ള ചോളരാജവംശവുമായി സൗഹൃദം സ്ഥാപിക്കാൻ തനിക്ക് ലഭിച്ച ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വന്ദിയത്തേവന്റെ തോളുകൾ അഭിമാനത്താൽ വികസിച്ചു. പടിഞ്ഞാറുനിന്ന് ശക്തമായി വീശിയ കാറ്റിൽ വീരനാരായണൻ ഏരിയിലെ ജലം തിരമാലകളായി കരയെ പുൽകിയതുപോലെ അവന്റെ ഹൃദയവും അഭിമാനത്താൽ തുളുമ്പി. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് വന്ദിയത്തേവൻ വീരനാരായണൻ ഏരിയുടെ തെക്കേയറ്റത്ത് വടവാർനടി തടാകത്തിൽ ചേർന്ന മനോഹരമായ കാഴ്ച കണ്ടു. തടാകക്കരയിൽ നിന്ന് കുറച്ചു ദൂരത്തേക്ക് വെള്ളം വന്ന് ശക്തിയായി അടിക്കുമ്പോൾ കരയ്ക്ക് നാശം സംഭവിക്കാതിരിക്കാൻ കരിവേലമോൺ വിളാമരവും നട്ടുപിടിപ്പിച്ചിരുന്നു. തീരത്തോട് ചേർന്ന് ഇടതൂർന്ന പുല്ലുകളും വളർന്നു നിന്നിരുന്നു. തെക്കുപടിഞ്ഞാറ് ദിശയിൽ നിന്ന് ഇരുവശത്തും മരങ്ങളുടെ നിരകളോടെ ഒഴുകിവരുന്ന വടവാർ തടാകത്തിൽ ലയിക്കുന്ന കാഴ്ച ദൂരെ നിന്ന് നോക്കുമ്പോൾ വർണ്ണങ്ങൾ ചേർത്തുവെച്ചൊരു മനോഹരമായ കോലം പോലെ തോന്നി. ആ കാഴ്ചയുടെ ഭംഗിയും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന മറ്റു ചില ദൃശ്യങ്ങളും വന്ദിയത്തേവൻ അവിടെ കണ്ടു. അന്ന് ആടി 18-ാം തിരുനാളായിരുന്നല്ലോ. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് തെങ്ങോലകൾ കൊണ്ട് അലങ്കരിച്ച ചങ്ങാടങ്ങൾ വലിച്ചുകൊണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ചില പ്രായമായവരും പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പലതരം അലങ്കാരങ്ങളോടെയാണ് വന്നിരുന്നത്. സ്ത്രീകളുടെ മുടിയിഴകളെ താഴമ്പൂവും ജമന്തിയും മുല്ലയും പിച്ചിയും ചെമ്പകവും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. പലരും കുടുംബസമേതം കൂട്ടാഞ്ചോറും പലതരം വിഭവങ്ങൾ ചേർത്ത ചോറും ചിത്ര അന്നങ്ങളും കൊണ്ടുവന്നിരുന്നു. ചിലർ തടാകക്കരയിൽ വെള്ളത്തിനരികിലിരുന്ന് പാളകളിൽ ചിത്രമന്നങ്ങൾ വിളമ്പിക്കഴിച്ചു. കുറച്ചുകൂടി ധൈര്യശാലികളായവർ വെള്ളത്തിലൂടെ നടന്ന് വടവാറിന്റെ തീരത്തെത്തി അവിടെയിരുന്ന് ഭക്ഷണം കഴിച്ചു. കുട്ടികൾ ഭക്ഷണം കഴിച്ച പാളകൾ മടകളുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. അവ മടകളിലൂടെ പുറത്തേക്ക് കുതിച്ചുപായുന്നത് കണ്ട് അവർ കൈകൊട്ടിച്ചിരിച്ചു. പുരുഷന്മാരിൽ ചില വികൃതികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുടിയിൽ ചൂടിയിരുന്ന പൂക്കൾ അവർ അറിയാതെ എടുത്തു മടയുടെ അടുത്തേക്കിട്ടു. അത് മറുകരയിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ട് അവർ രസിച്ചു. ഇതെല്ലാം നോക്കി വല്ലവരായൻ അല്പനേരം അവിടെ തന്നെ നിന്നു. അവിടെയുണ്ടായിരുന്ന സ്ത്രീകളിൽ ചിലർ മധുരമായി പാടുന്നത് അവൻ കാതോർത്തു. അവർ ഓടപ്പാട്ടുകളും വെള്ളപ്പാട്ടുകളും കുമ്മിയും ചിന്തും പാടി. വടവാറു പൊങ്ങിയൊഴുകുന്നു വന്നുകാണുവിൻ കൂട്ടുകാരെ, പുതുവെള്ളം കുതിച്ചു പായുന്നു കണ്ടുരസിക്കുവിൻ തോഴിമാരെ, കാവേരി അലറിവരുന്നു. ഇതുപോലുള്ള പാട്ടുകൾ വന്ദിയത്തേവന്റെ കാതുകളിൽ സംഗീതത്തിന്റെ പ്രവാഹമായി ഒഴുകിയെത്തി. മറ്റു ചിലർ ചോളരാജാക്കന്മാരുടെ വീരകഥകൾ പാടി. 32 യുദ്ധങ്ങളിൽ പങ്കെടുത്ത്
ശരീരത്തിൽ 96 മുറിവുകളെ ആഭരണങ്ങളായി അണിഞ്ഞ വിജയലായ ചോളന്റെ വീരപരാക്രമങ്ങളെ ചില സ്ത്രീകൾ പാടി. അദ്ദേഹത്തിന്റെ മകനായ ആദിത്യൻ ചോളൻ മഹാരാജാവ് പാണ്ഡ്യരെയും പല്ലവരെയും ചേരരെയും തോൽപ്പിച്ച് ഈഴം വര പടനയിച്ച് വിജയക്കൊടി പാറിച്ചതിന്റെ വീരചരിതം മറ്റൊരുവൾ ആവേശത്തോടെ പാടി. ഓരോരുത്തരും പാടുമ്പോൾ ചുറ്റും ആളുകൾ കൂടി നിന്ന് കേട്ടു. ഇടയ്ക്കിടെ ആ ആ എന്ന ആർപ്പു വിളിച്ച് അവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. കുതിരപ്പുറത്തിരുന്ന് അവരുടെ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന വന്ധ്യത്തേവനെ ഒരു മുത്തശ്ശി ശ്രദ്ധിച്ചു. മോനെ, ദൂരെ നിന്നാണെന്ന് തോന്നുന്നു, ക്ഷീണിച്ചിട്ടുണ്ടാകും. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിവന്ന് കുറച്ച് കൂട്ടാഞ്ചോറ് കഴിക്ക്, അവർ പറഞ്ഞു. ഉടനെ അവിടെയുണ്ടായിരുന്ന യുവതികളെല്ലാം ആ യുവസഞ്ചാരിയെ നോക്കി. അവന്റെ രൂപത്തെക്കുറിച്ച് അവർ പരസ്പരം അടക്കം പറഞ്ഞ് കളകലാരവത്തോടെ ചിരിച്ചു. വന്ധ്യത്തേവന് ഒരേ സമയം നാണവും സന്തോഷവും തോന്നി. ആ മുത്തശ്ശി പറഞ്ഞതുപോലെ ഇറങ്ങിച്ചെന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ചാലോ എന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചു. അങ്ങനെ ചെന്നാൽ അവിടെ നിൽക്കുന്ന യുവതികളെല്ലാം തന്നെ കളിയാക്കി ചിരിക്കുമെന്നുറപ്പാണ്. എന്നാലെന്താ, ഇത്രയധികം സുന്ദരിമാരെ ഒരിടത്ത് കാണാൻ കിട്ടുന്ന അവസരമാണോ? അവരുടെ കളിയാക്കി ചിരി പോലും ദേവഗാനം പോലെ മധുരമായിരിക്കും. വന്ധ്യത്തേവന്റെ യൗവന തീക്ഷ്ണമായ കണ്ണുകൾക്ക് ആ തടാകക്കരയിൽ നിന്നവരെല്ലാം അപ്സരസ്സുകളെപ്പോലെ തോന്നി. എന്നാൽ അതേസമയം തെക്കുപടിഞ്ഞാറൻ ദിശയിൽ വടവാറിന്റെ ഓളപ്പരപ്പിൽ കണ്ട ഒരു കാഴ്ച അവനെ ഒന്ന് മടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു. വെള്ളപ്പായകൾ വിരിച്ച 7-8 വലിയ ഓടങ്ങൾ, വെൺചിറകുകൾ വിരിച്ചു വെള്ളത്തിൽ നീങ്ങുന്ന അരയന്നങ്ങളെപ്പോലെ കാറ്റിന്റെ സഹായത്തോടെ അതിവേഗം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. തടാകക്കരയിൽ ആഘോഷങ്ങളിൽ മുഴുകിയിരുന്ന ജനങ്ങളെല്ലാം ആ ഓടങ്ങൾ വരുന്ന ദിശയിലേക്ക് ആകാംക്ഷയോടെ നോക്കി. ആ ഓടങ്ങളിലൊന്ന് മറ്റുള്ളവേക്കാൾ വേഗത്തിൽ മുന്നോട്ടു വന്ന് തടാകക്കര വടക്കോട്ട് തിരിയുന്ന മൂലയിലെത്തി. അതിൽ മൂർച്ചയേറിയ വേലുകൾ പിടിച്ച അജാനുബാഹുക്കളായ പടയാളികളുണ്ടായിരുന്നു. അവരിൽ ചിലർ കരയിലേക്ക് ചാടിയിറങ്ങി അവിടെയുണ്ടായിരുന്ന ജനങ്ങളോട് പോകൂ പോകൂ എന്നാക്രോശിച്ചു. അവരുടെ ആക്രോശത്തിന് കാത്തുനിൽക്കാതെ ജനങ്ങൾ തങ്ങളുടെ പാത്രങ്ങളും മറ്റുമെടുത്ത് വേഗത്തിൽ കരയിലേക്ക് കയറിത്തുടങ്ങി. വന്ധ്യത്തേവന് ഒന്നും മനസ്സിലായില്ല. ഈ പടയാളികൾ ആരാണ്? പിന്നാലെ വരുന്ന പായ്ക്കപ്പലുകളിൽ ആരാണുള്ളത്? എവിടെ നിന്നാണ് അവർ വരുന്നത്? ഒരുപക്ഷേ രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമാകുമോ? തടാകക്കരയിൽ കയ്യിലൊരു വടിയുമായി നിന്ന ഒരു പ്രായമായ മനുഷ്യനെ വന്ധ്യത്തേവൻ സമീപിച്ചു. അല്ലയോ കാരണവരെ, ഈ പടയാളികൾ ആരുടേതാണ്? പിന്നാലെ വരുന്ന അരയന്നക്കൂട്ടം പോലുള്ള ഓടങ്ങൾ ആരുടേതാണ്? എന്തിനാണിവർ ജനങ്ങളെ ഓടിക്കുന്നത്? ജനങ്ങളെന്തിനാണ് പേടിച്ചോടുന്നത്? അവൻ ചോദ്യങ്ങൾ ഒന്നൊന്നായി ചോദിച്ചു. മോനെ, നിനക്കറിയില്ലേ? ദാ ആ നടുവിലുള്ള ഓടത്തിൽ ഒരു കൊടി പാറുന്നത് കണ്ടില്ലേ? അതിലെന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്ക്. ആ മനുഷ്യൻ പറഞ്ഞു. ഒരു പനമരം പോലെ തോന്നുന്നു. അതെ, പനമരം തന്നെ. പനമരക്കൊടി പഴുവേറ്റരയ്യരുടെ കൊടിയാണെന്ന് നിനക്കറിയില്ലേ? മഹാവീരനായ പഴുവേറ്റരയ്യരാണോ വരുന്നത്? വന്ധ്യത്തേവൻ ഞെട്ടലോടെ ചോദിച്ചു. അങ്ങനെ തന്നെയാവണം. പനമരക്കൊടി ഉയർത്തിപ്പിടിച്ചു വരാൻ വേറെ ആർക്കാണ് ധൈര്യമുള്ളത്? ആ പ്രായമായ മനുഷ്യൻ മറുപടി പറഞ്ഞു. വന്ധ്യത്തേവന്റെ കണ്ണുകൾ അടക്കാനാവാത്ത വിസ്മയത്തോടെ വിടർന്നു. അവൻ ആ ഓടങ്ങൾ വരുന്ന ദിശയിലേക്ക് ഉറ്റുനോക്കി. പഴുവേറ്റരയ്യരെക്കുറിച്ച് അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരാണ് കേൾക്കാതിരുന്നിട്ടുള്ളത്? തെക്ക് ഈഴം മുതൽ വടക്ക് കലിംഗം വരെ സഹോദരന്മാരായ വലിയ പഴുവേറ്റരയ്യരുടെയും ചെറിയ പഴുവേറ്റരയ്യരുടെയും പേരുകൾ പ്രശസ്തമായിരുന്നു. ഉറയൂരിനടുത്ത് വടകാവേരിയുടെ വടക്കേക്കരയിലുള്ള പഴുവൂരായിരുന്നു അവരുടെ ആസ്ഥാനം. വിജയലായ ചോളന്റെ കാലം മുതൽ പഴുവേറ്റരയ്യർ വംശം വീരപരാക്രമത്തിന് പേരുകേട്ടതായിരുന്നു. ആ കുടുംബം ചോള രാജവംശവുമായി വിവാഹബന്ധങ്ങളിലേർപ്പെട്ടിരുന്നു. ഇതുകൊണ്ടും അവരുടെ കുലമഹിമയും വീരകഥകളും കാരണവും പഴുവേറ്റരയ്യർ വംശത്തിന് രാജകുടുംബത്തിന് തുല്യമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നു. സ്വന്തമായി കൊടിയുയർത്താനുള്ള അവകാശവും ആ കുലത്തിനുണ്ടായിരുന്നു. ഇപ്പോഴുള്ള പഴുവേറ്റരയ്യർ സഹോദരന്മാരിൽ മൂത്തയാൾ 24 യുദ്ധങ്ങളിൽ പങ്കെടുത്തവനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് തുല്യനായ ഒരു വീരൻ ചോളനാട്ടിലില്ലെന്ന് പേരുകേട്ടവനായിരുന്നു. ഇപ്പോൾ 50 വയസ്സു കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം നേരിട്ട് യുദ്ധത്തിന് പോകാറില്ല. പക്ഷേ ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ പല പദവികളും അദ്ദേഹം വഹിച്ചിരുന്നു. അദ്ദേഹം ചോള സാമ്രാജ്യത്തിന്റെ ധനാധികാരിയും ധാന്യാധികാരിയുമായിരുന്നു. ഖജനാവും ധാന്യപ്പുരകളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു.
രാജ്യത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് നികുതി ചുമത്താനും പിരിക്കാനുമുള്ള അധികാരം അദ്ദേഹത്തിനായിരുന്നു. ഏത് നാടുവാഴിയോടും കോട്ടത്തലവനോടും വലിയ പ്രമാണിയോടും ഈ വർഷം ഇത്ര നികുതി നൽകണമെന്ന് കൽപ്പിക്കാനും അത് പിരിച്ചെടുക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ സുന്ദരചോള മഹാരാജാവു കഴിഞ്ഞാൽ ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി വലിയ പഴുവേറ്റരയ്യരായിരുന്നു. അത്രയും വലിയ വീരനും അളവറ്റ അധികാരങ്ങളുമുള്ള വലിയ പഴുവേറ്റരയ്യരെ കാണണമെന്ന ആഗ്രഹം വന്ധ്യത്തേവന്റെ മനസ്സിൽ അലയടിച്ചു. എന്നാൽ അതേ നിമിഷം കാഞ്ചിയിലെ പുതിയ പുൺമാളികയിൽ വെച്ച് ആദിത്യകരികാലൻ രാജകുമാരൻ തന്നോട് രഹസ്യമായി പറഞ്ഞ വാക്കുകൾ അവന്റെ ഓർമ്മയിലെത്തി. വന്ധ്യത്തേവ, നീയൊരു യഥാർത്ഥ വീരനാണെന്ന് എനിക്കറിയാം. അതോടൊപ്പം നീ ബുദ്ധിമാനാണെന്ന് വിശ്വസിച്ചാണ് ഞാൻ ഈ വലിയ ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ തന്ന 2 ഓലകളിൽ ഒന്ന് എന്റെ പിതാവായ മഹാരാജാവിനും മറ്റൊന്ന് എന്റെ സ്വന്തം സഹോദരിയായ ഇളയ പിരാട്ടിക്കും നൽകണം. തഞ്ചാവൂരിലെ വലിയ അധികാരികളെക്കുറിച്ച് പലതും ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അയക്കുന്ന ഈ സന്ദേശം മറ്റാരും അറിയരുത്. എത്ര വലിയവനാണെങ്കിലും നീ എന്റെ കത്തുമായിട്ടാണ് പോകുന്നതെന്ന് ആരും അറിയരുത്. വഴിയിൽ ആരോടും വഴക്കിനു പോകരുത്. നീയായിട്ട് പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മാത്രം പോരാ. മറ്റുള്ളവർ നിന്നെ പ്രകോപിപ്പിച്ചാലും അതിൽ വീണുപോകരുത്. നിന്റെ വീര്യം എനിക്ക് നന്നായിട്ടറിയാം. പലതവണ നീ അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ നിന്റെ അഭിമാനത്തിന് ഒരു കുറവും വരില്ല. പ്രത്യേകിച്ച് പഴുവേറ്റരയ്യർമാരോടും എന്റെ ചെറിയച്ഛനായ മധുരാന്തകനോടും നീ അതീവ ജാഗ്രത പുലർത്തണം. നീ ആരാണെന്നുപോലും അവർ അറിയരുത്. എന്തിനാണ് നീ പോകുന്നതെന്ന് അവർക്ക് ഒരു കാരണവശാലും മനസ്സിലാകുകയും ചെയ്യരുത്. ചോളസാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയും വടക്കൻ സൈന്യത്തിന്റെ മഹാദണ്ഡനായകനുമായ ആദിത്യകരികാലൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വന്ധ്യത്തേവൻ എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ചും അദ്ദേഹം ആവർത്തിച്ചുപദേശിച്ചിരുന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ പഴുവേറ്റരയ്യരെ കാണണമെന്ന ആഗ്രഹം വല്ലവരായൻ അടക്കിവെച്ചു. അവൻ കുതിരയെ തട്ടി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. എത്ര തട്ടിയിട്ടും ക്ഷീണിച്ചായ കുതിര മെല്ലെയാണ് നീങ്ങിയത്. ഇന്നു രാത്രി കടമ്പൂർ ശംഭുവരയരുടെ മാളികയിൽ തങ്ങി നാളെ രാവിലെ യാത്ര പുറപ്പെടുമ്പോൾ നല്ലൊരു കുതിരയെ സംഘടിപ്പിക്കണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. അധ്യായം 2. ആഴ്വാർക്കടിയാൻ നമ്പി. വീരനാരായണനേരിയുടെ തീരത്തുനിന്നിറങ്ങി തെക്കോട്ടു നീണ്ട പാതയിലൂടെ കുതിരയെ പായിക്കുമ്പോൾ വന്ധ്യത്തേവന്റെ ഹൃദയം കായലോളങ്ങളിൽ തുള്ളിക്കളിക്കുന്ന ഒരു ചെറുവള്ളം കണക്കെ ആനന്ദനൃത്തമാടി. അവന്റെ ഉള്ളിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ആവേശമെല്ലാം അണപൊട്ടിയൊഴുകി. ജീവിതത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത അത്ഭുതകരമായ അനുഭവങ്ങൾ തന്നെ തേടിയെത്തുന്ന കാലം അതിവിദൂരമല്ലെന്ന് അവന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ചോളനാടിന്റെ അതിർത്തിയിലെത്തുമ്പോൾ തന്നെ ഇത്രയധികം ആഹ്ലാദമാണെങ്കിൽ കൊള്ളിടം നദി കടന്നാൽ ആ നാടിന്റെ ജലസമൃദ്ധിയും ഫലഭൂയിഷ്ഠതയും എത്ര മനോഹരമായിരിക്കും. അവിടുത്തെ മനുഷ്യരും സ്ത്രീകളും എങ്ങനെയുള്ളവരായിരിക്കും. എത്രയെത്ര നദികൾ, കുളങ്ങൾ, തെളിനീരൊഴുക്കുകൾ. കവികളും ഇതിഹാസങ്ങളും പാടിപ്പുകഴ്ത്തിയ ആ പൊന്നി നദിയുടെ കാഴ്ച എന്തൊരനുഭവമായിരിക്കും. അതിന്റെ തീരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നയും കൊന്നയും കടമ്പുമരങ്ങളും കണ്ണിനെത്ര കുളിർമയേകും. നീർച്ചോലകളിൽ നീലോൽപ്പലങ്ങളും ആമ്പലങ്ങളും കൺമിഴിച്ചു മാടിവിളിക്കുന്നതും ചുവന്ന താമരകൾ പുഞ്ചിലിയോടെ സ്വാഗതമോതുന്നതും എത്ര ഹൃദ്യമായ കാഴ്ചയായിരിക്കും. കാവേരിയുടെ ഇരുകരകളിലുമായി ശിവഭക്തരായ ചോളരാജക്കന്മാർ പണികഴിപ്പിച്ച അത്ഭുതകരമായ കൊത്തുപണികളോടുകൂടിയ ക്ഷേത്രങ്ങൾ എത്ര മനോഹരമായിരിക്കും. ആഹാ, പഴയാറൈ, ചോളരാജക്കന്മാരുടെ തലസ്ഥാന നഗരി. പ്രതാപത്തിൽ പൂമ്പുകാരനെയും ഉറയൂരിനെയും വെറും ചെറുഗ്രാമങ്ങളാക്കി മാറ്റിയ പഴയാറൈ, ആ നഗരത്തിലെ കൊട്ടാരങ്ങളും ഗോപുരങ്ങളും പടയാളികളുടെ താമസസ്ഥലങ്ങളും അങ്ങാടിത്തെരുവുകളും കരിങ്കല്ലിൽ തീർത്ത ശിവക്ഷേത്രങ്ങളും മഹാവിഷ്ണുവിനായുള്ള വിണ്ണകരങ്ങളും എങ്ങനെയായിരിക്കും. ആ ക്ഷേത്രങ്ങളിൽ സംഗീതജ്ഞർ മധുരമായ ശബ്ദത്തിൽ തേവാരവും തിരുവായ്മൊഴി പാസുരങ്ങളും ആലപിക്കുന്നത് കേട്ട ഭക്തർ കോരിത്തരിക്കുമെന്ന് വന്ധ്യത്തേവൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം കേൾക്കാനുള്ള ഭാഗ്യം തനിക്കുടൻ ലഭിക്കാൻ പോകുന്നു. അതുമാത്രമോ, കുറച്ചുനാൾ മുൻപുവരെ സ്വപ്നത്തിൽ പോലും കരുതാത്ത സൗഭാഗ്യങ്ങളും തന്നെ തേടിയെത്തുകയാണ്. വീരത്തിൽ വേലനെയും സൗന്ദര്യത്തിൽ കാമദേവനെയും തോൽപ്പിക്കുന്ന പരാന്തക സുന്ദരചോള മഹാരാജാവിനെ നേരിൽ കാണാൻ പോകുന്നു. അത്രമാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രിയപുത്രി, ലോകത്തിൽ തന്നെ തുല്യം വയ്ക്കാനില്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയായ കുന്തവൈ ദേവിയെയും കാണാൻ അവസരം ലഭിക്കും. പക്ഷേ വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതേ. ഇനി എന്ത് തടസ്സമുണ്ടായാലെന്ത്? കയ്യിൽ വേലുണ്ട്, അരയിലെ ഉറയിൽ വാളുണ്ട്, മാറത്ത് പടച്ചട്ടയുണ്ട്, നെഞ്ചിൽ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ മഹാദണ്ഡനായ ആദിത്യകരികാലൻ വലിയൊരു വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു. ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ ആരോടും വഴക്കിന് പോകരുതെന്ന്. ആ കൽപ്പന പാലിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഇത്രയും ദൂരം യാത്രയിൽ എങ്ങനെയോ അത് സാധിച്ചു.
ഇനി വേറെ 2 ദിവസത്തെ യാത്രയല്ലേ ബാക്കിയുള്ളൂ. അതുവരെ ശമിച്ചേ മതിയാവൂ. സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് കടമ്പൂരെത്തണമെന്ന ചിന്തയിൽ കുതിരയെ പായിച്ച വന്ധ്യത്തേവൻ അധികം വൈകാതെ വീരനാരായണപുരത്തെ വിണ്ണകരം ക്ഷേത്രത്തിന് അരികെയെത്തി. അന്ന് ആടിമാസത്തിലെ തിരുമഞ്ജന തിരുനാൾ കൂടിയായതുകൊണ്ട് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മരത്തോപ്പുകളിൽ വലിയൊരു ജനാവലി തടിച്ചുകൂടിയിരുന്നു. ചക്കച്ചുളകളും വാഴപ്പഴങ്ങളും കരിമ്പും പലതരം പലഹാരങ്ങളും വിൽക്കുന്നവർ അവിടെയും ഇവിടെയുമായി കടകൾ നിരത്തിയിരുന്നു. സ്ത്രീകൾക്ക് തലയിൽ ചൂടാൻ പൂക്കളും ദേവപൂജയ്ക്കായി താമരമൊട്ടുകളും മറ്റു പുഷ്പങ്ങളും ചിലർ വിൽക്കുന്നുണ്ടായിരുന്നു. തേങ്ങ, ഇളനീർ, അകിൽ, ചന്ദനം, വെറ്റില, ശർക്കര, അവൽ, മലർ എന്നിവയെല്ലാം ചിലർ കൂമ്പാരമായി കൂട്ടിയിട്ടിരുന്നു. പലയിടത്തും കൺകെട്ടുവിദ്യകളും വിനോദങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്നു. ജ്യോത്സ്യന്മാർ, കൈരേഖാശാസ്ത്രജ്ഞർ, ഭാവി പറയുന്നവർ, വിഷഹാലികൾ എന്നിവർക്കും അവിടെയൊരു കുറവുമുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ടു നീങ്ങിയ വന്ധ്യത്തേവൻ ഒരിടത്ത് വലിയൊരാൾക്കൂട്ടം നിൽക്കുന്നതും അതിനുള്ളിൽ നിന്ന് ആരോ ഉച്ചത്തിൽ തർക്കിക്കുന്ന ശബ്ദം കേൾക്കുന്നതും ശ്രദ്ധിച്ചു. എന്താണ് ആ വാഗ്വാദമെന്നറിയാൻ അവൻ അടക്കാനാവാത്ത ആകാംക്ഷ തോന്നി. ആ ആഗ്രഹം നിയന്ത്രിക്കാനവനായില്ല. ആൾക്കൂട്ടത്തിനു പുറത്ത് വഴിയരികിലായി കുതിരയെ നിർത്തി അവൻ താഴെയിറങ്ങി. അവിടെത്തന്നെ നിൽക്കാൻ കുതിരയെ തട്ടിക്കൊടുത്ത് ആംഗ്യം കാണിച്ച് അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നുഴഞ്ഞുകയറി. തർക്കത്തിലേർപ്പെട്ടിരുന്നത് വെറും 3 പേർ മാത്രമാണെന്നറിഞ്ഞപ്പോൾ അവൻ അത്ഭുതം തോന്നി. എന്നാൽ വാദത്തിലേർപ്പെട്ടിരുന്നവർ 3 പേരേ ഉള്ളെങ്കിലും ആൾക്കൂട്ടത്തിലുള്ളവർ തങ്ങളുടെ ഇഷ്ടവാദകരെ പിന്തുണച്ച് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അത്രയും ബഹളമുയർന്നതെന്ന് വന്ധ്യത്തേവൻ മനസ്സിലാക്കി. തുടർന്ന് എന്താണ് തർക്കവിഷയമെന്ന് അവൻ ശ്രദ്ധിച്ചു. വാദികളിലൊരാൾ ദേഹം മുഴുവൻ വൈഷ്ണവരുടെ ഊർധ്വപുണ്ട്രം ചന്ദനം കൊണ്ടണിഞ്ഞ് തലയിൽ മുൻകുടുമ വെച്ച ഒരു വൈഷ്ണവ ഭക്ത ശിരോമണിയായിരുന്നു. കയ്യിലൊരു കുറിയ വടിയും അദ്ദേഹം കരുതിയിരുന്നു. തടിച്ച കുറിയ, ഉരുക്കുപോലുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മറ്റൊരാൾ ശരീരം മുഴുവൻ ഭസ്മം കൊണ്ട് വീടിയുള്ള വരകളിട്ട ഒരു ശിവഭക്തനായിരുന്നു. മൂന്നാമൻ കാഷായ വസ്ത്രം ധരിച്ച് തല മുണ്ഡനം ചെയ്തിരുന്നു. അദ്ദേഹം വൈഷ്ണവനോ ശൈവനോ അല്ല, രണ്ടിനും അതീതനായ ഒരു അദ്വൈത വേദാന്തിയാണെന്ന് വ്യക്തമായിരുന്നു. ശൈവൻ പറഞ്ഞു, "ഓ ആഴ്വാർക്കടിയാൻ നമ്പി, ഇതിനുത്തരം പറയൂ. ശിവപെരുമാന്റെ മുടി കാണാൻ ബ്രഹ്മാവും പാദം കാണാൻ മഹാവിഷ്ണുവും ശ്രമിച്ചുവോ ഇല്ലയോ? രണ്ടും കാണാനാവാതെ ഇരുവരും വന്ന് ശിവപാദങ്ങളിൽ ശരണം പ്രാപിച്ചുവോ ഇല്ലയോ? എന്നിട്ടും എങ്ങനെയാണ് ശിവനേക്കാൾ നിങ്ങളുടെ മഹാവിഷ്ണു വലിയ ദൈവമാകുന്നത്?" ഇത് കേട്ട ആഴ്വാർക്കടിയാൻ നമ്പി കയ്യിലിരുന്ന വടി ചുഴറ്റിക്കൊണ്ടു പറഞ്ഞു, "മതി, നിർത്ത് വീരശൈവ പാദധൂളി. പട്ടരെ, സംസാരം നിർത്തൂ. ലങ്കാധിപനായ ദശകണ്ഠൻ രാവണന് നിങ്ങളുടെ ശിവൻ വരങ്ങൾ നൽകിയില്ലേ? ആ വരങ്ങളെല്ലാം ഞങ്ങളുടെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ കോദണ്ഡത്തിന് മുന്നിൽ തവിടുപൊടിയായില്ലേ? എന്നിട്ടും ഞങ്ങളുടെ മഹാവിഷ്ണുവിനേക്കാൾ നിങ്ങളുടെ ശിവൻ എങ്ങനെ വലിയവനാകും?" ഈ സമയത്ത് കാഷായ വസ്ത്രംധാരിയായ അദ്വൈതി ഇടപെട്ടു. "നിങ്ങളെന്തിനാണ് വെറുതെ തർക്കിക്കുന്നത്? ശിവനാണോ വിഷ്ണുവാണോ വലിയവനെന്ന് എത്ര നേരം വാദിച്ചാലും ഈ തർക്കം തീരില്ല. ഈ ചോദ്യത്തിന് ഉത്തരം വേദാന്തത്തിലുണ്ട്. നിങ്ങൾ ഭക്തിമാർഗമെന്ന താഴ്ന്ന തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ശിവവിഷ്ണു എന്നു പറഞ്ഞ് കലഹിക്കുന്നത്. ഭക്തിക്കു മുകളിൽ ജ്ഞാനമാർഗമുണ്ട്. ജ്ഞാനത്തിനു മുകളിൽ ന്യാസം എന്നൊന്നുണ്ട്. ആ തലത്തിലെത്തിയാൽ ശിവനുമില്ല, വിഷ്ണുവുമില്ല. സർവം ബ്രഹ്മമയം ജഗത്. ശ്രീ ശങ്കര ഭഗവത്പാദർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്തെന്നാൽ..." അപ്പോൾ തന്നെ ആഴ്വാർക്കടിയാൻ നമ്പി ഇടകയറി, "മതി, നിർത്ത്. നിങ്ങളുടെ ശങ്കരാചാര്യർ അത്രയധികം ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം എഴുതിയിട്ട് അവസാനം എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദം ഭജം മൂഢമതേ എന്ന് 3 തവണ പറഞ്ഞു. നിങ്ങളെപ്പോലുള്ളവരെ നോക്കിയാണ് ശങ്കരാചാര്യർ മൂഢമതേ എന്ന് വിളിച്ചത്." ഇത് കേട്ടതും ആൾക്കൂട്ടത്തിൽ നിന്ന് ആർപ്പുവിളികളും പരിഹാസച്ചിരികളും കരഘോഷവും ഒന്നിച്ചുയർന്നു. എന്നാൽ സന്യാസി വിട്ടുകൊടുത്തില്ല. "എടാ മുൻകുടുമി, നീ എന്നെ മൂഢമതിയാണെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം നിന്റെ കയ്യിലുള്ളത് വെറും വടിയാണ്. നിന്നെപ്പോലൊരു വെറും വടിക്കാരനോട് സംസാരിക്കാൻ വന്നത് എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാണ്. സ്വാമി, എന്റെ കയ്യിലുള്ളത് വെറും വടിയല്ല. ആവശ്യം വന്നാൽ നിങ്ങളുടെ മൊട്ടത്തല അടിച്ചു പൊളിക്കാൻ ശക്തിയുള്ളതാണ്" എന്ന് പറഞ്ഞുകൊണ്ട് ആഴ്വാർക്കടിയാൻ കയ്യിലെ വടി ഓങ്ങി. അത് കണ്ട് അയാളുടെ പക്ഷക്കാർ ആർത്തു വിളിച്ചു. അപ്പോൾ അദ്വൈതി പറഞ്ഞു, "അരുത്, വടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ എന്നെ അടിച്ചാലും എനിക്ക് ദേഷ്യം വരില്ല. ഞാൻ നിന്നോട് വഴക്കിനും വരില്ല. അടിക്കുന്നതും ബ്രഹ്മം, അടികൊള്ളുന്നതും ബ്രഹ്മം. നീ എന്നെ അടിച്ചാൽ നിന്നെ തന്നെ അടിക്കുന്നതിന് തുല്യമാകും.
ആഴ്വാർക്കടിയാൻ നമ്പി, ഇതാ എല്ലാവരും കാണുക, ബ്രഹ്മത്തെ ബ്രഹ്മരമ്യം അടിക്കാൻ പോകുന്നു, ഞാൻ എന്നെ തന്നെ വടികൊണ്ട് തല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് വടി ചുഴറ്റി സന്യാസിയുടെ അടുത്തേക്ക് നീങ്ങി. ഇതെല്ലാം കണ്ടുനിന്ന വല്ലവരേനെ ഒരു നിമിഷം ആ മുൻകുടുമക്കാരന്റെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങി അവനെ തന്നെ 4 അടി കൊടുക്കലാമാ എന്ന് തോന്നി. എന്നാൽ പെട്ടെന്ന് സന്യാസിയെ കാണാതായി. അദ്ദേഹം ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ അപ്രത്യക്ഷനായി. അത് കണ്ട് വൈഷ്ണവസംഘം ഒന്നുകൂടി ആർത്തു വിളിച്ചു. ആഴ്വാർക്കടിയാൻ വീരശൈവന്റെ നേരെ തിരിഞ്ഞു. ഹേയ് പാദധൂളി പട്ടരെ, അങ്ങെന്തു പറയുന്നു? ഇനിയും വാദിക്കാൻ താൽപ്പര്യമുണ്ടോ, അതോ ആ സ്വാമിയെപ്പോലെ ഓടി ഒളിക്കുകയാണോ? ഞാനോ? ഒരിക്കലുമില്ല. ആ വായാടിയായ വേദാന്തിയെപ്പോലെ ഞാനോടില്ല. എന്നെ നിങ്ങളുടെ കണ്ണനാണെന്നാണ് കരുതിയത്. ഗോപികമാരുടെ വീട്ടിൽ വെണ്ണ മോഷ്ടിച്ച് ഉരലുകൊണ്ട് അടികൊണ്ടവനല്ലേ നിങ്ങളുടെ കണ്ണൻ എന്ന് പാദധൂളി പട്ടർ പറഞ്ഞു തീരും മുമ്പേ ആഴ്വാർക്കടിയൻ ഇടകേറി. അതെന്താ, നിങ്ങളുടെ പരമശിവൻ പുട്ടിനുവേണ്ടി മണ്ണ് ചുമന്ന് മുതുകത്തടികൊണ്ടത് മറന്നുപോയോ എന്ന് ചോദിച്ച് വടിയുമായി വീരശൈവന്റെ അടുത്തേക്ക് പാഞ്ഞു. ആഴ്വാർക്കടിയൻ നല്ല തടിയനായിരുന്നു. വീരശൈവനായ പാദധൂളി പട്ടരാകട്ടെ മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരനുമായിരുന്നു. ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നവർ ഒരു കയ്യേറ്റത്തിന് തയ്യാറായി ആരവം മുഴക്കി. ഈ വിഡ്ഢിച്ചണ്ട അവസാനിപ്പിക്കണമെന്ന് വല്ലവരേനെ തോന്നി. അവൻ നിന്നെടുത്ത് നിന്ന് ഒരടി മുന്നോട്ട് വെച്ച് ചോദിച്ചു, അല്ലയോ മാന്യരെ, എന്തിനാണ് നിങ്ങൾ തമ്മിൽ തല്ലുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അടികൂടാൻ ഇത്രയ്ക്ക് കൊതിയാണെങ്കിൽ ഈഴനാട്ടിലേക്ക് പോയിക്കൂടെ? അവിടെ വലിയ യുദ്ധം നടക്കുകയല്ലേ? നമ്പി പെട്ടെന്ന് അവന്റെ നേര് തിരിഞ്ഞു. ഇവൻ ആരാണ് ന്യായം പറയാൻ വന്നവൻ? ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർക്ക് വന്ദിയത്തേവന്റെ വീരരൂപവും സുന്ദരമായ മുഖവും ഇഷ്ടപ്പെട്ടു. തമ്പി, നീ പറയ്, ഈ വഴക്കുകാർക്ക് നീ ന്യായം പറഞ്ഞുകൊടുക്ക്. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കറിയാവുന്ന ന്യായം ഞാൻ പറയാം. ശിവപെരുമാനും നാരായണമൂർത്തിയും തമ്മിൽ എന്തെങ്കിലും വഴക്കുള്ളതായി തോന്നുന്നില്ല. അവർ സ്നേഹത്തോടെയും സമാധാനത്തോടെയുമാണ് കഴിയുന്നത്. എന്നിരിക്കെ ഈ നമ്പിയും പട്ടറും എന്തിനാണ് തമ്മിൽ തള്ളുന്നത്? വല്ലവരയന്റെ ചോദ്യം കേട്ട് പലരും ചിരിച്ചു. അപ്പോൾ വീരശൈവ പട്ടർ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. പക്ഷേ തമാശ പറഞ്ഞതുകൊണ്ട് തർക്കം തീരില്ലല്ലോ. മഹാവിഷ്ണുവിനേക്കാൾ വലിയ ദൈവം ശിവനാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഇവൻ ഉത്തരം പറയട്ടെ. ശിവനും വലിയ ദൈവമാണ്, മഹാവിഷ്ണുവും വലിയ ദൈവമാണ്. രണ്ടുപേരും തുല്യരാണ്. ആരെ വേണമെങ്കിലും ആരാധിച്ചോളൂ. വഴക്കെന്തിനാണ്? വല്ലവരായൻ പറഞ്ഞു. അതെങ്ങനെ പറയാൻ സാധിക്കും? ശിവനും വിഷ്ണുവും തുല്യരാണെന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? ആഴ്വാർക്കടിയാൻ ഗൗരവത്തിൽ ചോദിച്ചു. തെളിവോ? പറയാം. ഇന്നലെ വൈകുന്നേരം ഞാൻ വൈകുണ്ഠത്തിൽ പോയിരുന്നു. അതേസമയം പരമശിവനും അവിടെയെത്തി. ഇരുവരും ഒരേപോലുള്ള ആസനങ്ങളിലാണ് ഇരുന്നത്. അവരുടെ ഉയരവും ഒന്നു തന്നെയായിരുന്നു. എന്നാലും സംശയം തീർക്കാൻ ഞാൻ എന്റെ കൈകൊണ്ട് രണ്ടുപേരുടെയും ഉയരമളന്നു നോക്കി. ഹെടാ ചെറുക്കാ, നീ കളിയാക്കുകയാണോ? ആഴ്വാർക്കടിയാൻ അലറി. പറയൂ തമ്പി, പറയൂ എന്ന് ആൾക്കൂട്ടം മാർത്തു വിളിച്ചു. അളന്നു നോക്കിയപ്പോൾ രണ്ടുപേർക്കും ഒരേ ഉയരം. അതുകൊണ്ടും ഞാൻ നിർത്തിയില്ല. ശിവനോടും മഹാവിഷ്ണുവിനോടും ഞാൻ നേരിട്ട് ചോദിച്ചു. അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? ഹരിയും ശിവനും ഒന്നുതന്നെ, അറിയാത്തവർ വെറും മണ്ണ് തന്നെയെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് തങ്ങളെച്ചൊല്ലി വഴക്കിടുന്നവരുടെ വായിലിടാനായി ഈ ഒരു പിടി മണ്ണും തന്നു. അതും പറഞ്ഞ് വല്ലവരായൻ അടക്കിപ്പിടിച്ചിരുന്ന വലത് കൈ തുറന്നു. അതിലുണ്ടായിരുന്ന ഒരു പിടി മണ്ണ് അവൻ മുകളിലേക്ക് എറിഞ്ഞു. ഇത് കണ്ട് ആവേശഭരിതരായ ആൾക്കൂട്ടത്തിലെ പലരും നിലത്തുനിന്ന് ഓരോ പിടി മണ്ണെടുത്ത് നമ്പിയുടെയും പട്ടരുടെയും തലയിലേക്ക് എറിയാനാരംഭിച്ചു. ചിലർ ഈ അതിക്രമം തടയാൻ ശ്രമിച്ചു. എടാ ദുഷ്ടന്മാരെ, നിരീശ്വരവാദികളെ എന്നലറിക്കൊണ്ട് ആഴ്വാർക്കടിയാൻ വടിചുഴറ്റി ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചുകയറി. വലിയൊരു ലഹളയും കൂട്ടത്തല്ലും അവിടെ നടക്കുമെന്ന് തോന്നി. ഭാഗ്യവശാൽ ആ സമയത്ത് അല്പം ദൂരെയായി വലിയൊരാരവം മുഴങ്ങി. ശൂരാധിശൂരൻ, വീരപ്രതാപൻ, മാറാപ്പാണ്ഡ്യന്റെ പടയെ വേരോടെ പിഴുതെറിഞ്ഞ് വിജയശ്രീലാളിതൻ, 24 യുദ്ധങ്ങളിൽ പോരാടി 64 വീരമുറിവുകളേറ്റ യോദ്ധാവ്, ചോളനാടിന്റെ ഖജനാവിന്റെ അധിപൻ, ധാന്യപ്പുരകളുടെ നായകൻ, വലിയ പഴുവേട്ടയുറയൻ എഴുന്നള്ളുന്നു, വഴിമാറുക, വഴിമാറുക എന്ന ഇടിമുഴക്കം പോലുള്ള പ്രഖ്യാപനം കേട്ടു. ആദ്യം ഈ പ്രഖ്യാപനം നടത്തിയവർ വന്നു. പിന്നാലെ പെരുമ്പര കൊട്ടുന്നവർ. അവർക്ക് പിന്നാലെ പനയുടെ ചിഹ്നമുള്ള കൊടി പിടിച്ചവർ. തുടർന്ന് കൈയിൽ വേലുകളേന്തിയ പടയാളികൾ ഗാംഭീര്യത്തോടെ നടന്നുവന്നു. ഇവർക്കെല്ലാം പിന്നാലെ അലങ്കരിച്ച ഒരാനയുടെ പുറത്ത്
ആജാനുബാഹുവായൊരു കറുത്ത രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കൊമ്പനാനപ്പുറത്ത് ആ വീരനിരിക്കുന്ന കാഴ്ച ഒരു വലിയ പർവ്വതശിഖരത്തിൽ കറുത്ത കാർമേഘം വന്നണിഞ്ഞതുപോലെ തോന്നി. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാം വഴിയുടെ ഇരുവശത്തേക്കും ഒതുങ്ങി നിന്നപ്പോൾ വല്ലവരായനും അവർക്കൊപ്പം ചേർന്നു. ആനപ്പുറത്തിരിക്കുന്നത് പഴുവേട്ടയറയൻ തന്നെയാണെന്ന് അവൻ ഊഹിച്ചു. ആനയ്ക്ക് പിന്നാലെ പട്ടുതുണികൊണ്ട് മറച്ച ഒരു പല്ലക്ക് വരുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ ആരാണെന്ന് വല്ലവരായൻ ചിന്തിച്ച് തീരും മുൻപേ വളകളും കങ്കണങ്ങളും അണിഞ്ഞ് ചെമ്പട്ട് നിറമുള്ള ഒരു കൈ പല്ലക്കിന്റെ തിരശ്ശീല ചെറുതായൊന്ന് വകഞ്ഞു. മേഘം മറച്ച പൂർണ്ണചന്ദ്രൻ തിരശ്ശീല നീങ്ങുമ്പോൾ പെട്ടെന്ന് പ്രകാശിക്കുന്നതുപോലെ പല്ലക്കിനുള്ളിൽ പ്രഭയേറിയ ഒരു മുഖം തെളിഞ്ഞു. സ്ത്രീ സൗന്ദര്യമാസ്വദിക്കാനുള്ള കണ്ണുകൾ വല്ലവരായനുണ്ടായിരുന്നു. ആ മുഖം പൂർണ്ണചന്ദ്രനെപ്പോലെ ശോഭയുള്ളതായിട്ടും എന്തുകൊണ്ടോ ആ മുഖം കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ സന്തോഷം തോന്നിയില്ല. പകരം എന്തെന്നറിയാത്തൊരു ഭയവും അറപ്പും ഉള്ളിൽ നിറഞ്ഞു. അതേ നിമിഷം ആ സ്ത്രീയുടെ കണ്ണുകൾ വല്ലവരായന്റെ തൊട്ടരികിലേക്ക് ഉറ്റുനോക്കി. അടുത്ത കണം ഭയം നിറഞ്ഞൊരു സ്ത്രീ ശബ്ദത്തിൽ ക്രീച്ച് എന്നൊരു നിലവിളി ഉയർന്നു. ഉടൻ തന്നെ പല്ലക്കിന്റെ തിരശ്ശീല പഴയതുപോലെ അടഞ്ഞു. വല്ലവരായൻ ചുറ്റും നോക്കി. തന്റെ അരികിലുള്ള ആരെയോ അല്ലെങ്കിൽ എന്തെയോ കണ്ടിട്ടാണ് ആ സ്ത്രീ അലറി വിളിച്ച് തിരശ്ശീലയിട്ടതെന്ന് അവന്റെ ഉൾമനസ്സു പറഞ്ഞു. അവൻ ചുറ്റും കണ്ണോടിച്ചു. ആഴ്വാർക്കടിയാൻ തനിക്ക് തൊട്ടുപിന്നാലൊരു പുളിമരത്തിൽ ചാരി നിൽക്കുന്നത് അവൻ കണ്ടു. ആ വീരവൈഷ്ണവന്റെ മുഖം പറഞ്ഞറിയിക്കാനാവാത്ത വിധം വികൃതമായി ഭീകരരൂപം പ്രാപിച്ചിരിക്കുന്നതും അവൻ ശ്രദ്ധിച്ചു. വല്ലവരായന്റെ ഉള്ളിൽ കാരണമറിയാത്ത ഒരു ഞെട്ടലും വെറുപ്പും ഒരുമിച്ചുണ്ടായി. അധ്യായം 3. വിണ്ണകരക്കോവിൽ. ചിലപ്പോൾ വളരെ നിസ്സാരമെന്നു തോന്നുന്ന സംഭവങ്ങളിൽ നിന്നാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ കൊടുങ്കാറ്റുകൾ രൂപമെടുക്കുന്നത്. വന്ധ്യത്തേവന്റെ ജീവിതത്തിലും അത്തരമൊരു ചെറിയ സംഭവം ആ നിമിഷം അരങ്ങേറി. പഴുവേട്ടറിയരുടെ പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്ത് വഴിയോരത്തുനിന്ന് നോക്കിക്കാണുകയായിരുന്നല്ലോ അവൻ. അവൻ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് അധികം ദൂരെയല്ലാതെ അവന്റെ കുതിരയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. പഴുവേട്ടറിയരുടെ സംഘത്തിലെ ഏറ്റവും പിന്നിലായി നടന്നുപോയ ചില പടയാളികളുടെ കണ്ണുകൾ ആ കുതിരയുടെ മേൽ പതിഞ്ഞു. എടാ, ആ ജന്തുവിനെ നോക്കടാ, ഒരുവൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പറയരുത്, അതിനെ കുതിരയെന്നാടാ വിളിക്കേണ്ടത്. മറ്റൊരാൾ അവനെ തിരുത്തി. നിങ്ങളുടെ വ്യാകരണ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ, ആദ്യം അതൊരു കുതിരയാണോ കഴുതയാണോ എന്ന് പോയി നോക്ക്. കൂട്ടത്തിൽ ഒരു രസികൻ പറഞ്ഞു. അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അവരിലൊരാൾ കുതിരയുടെ അടുത്തേക്ക് ചെന്നു. ഒറ്റ കുതിപ്പിന് അതിന്റെ പുറത്തു കയറാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ തന്റെ യജമാനനല്ല പുറത്തു കയറാൻ ശ്രമിക്കുന്നത് എന്ന് ആ ബുദ്ധികൂർമ്മതയുള്ള മൃഗത്തിന് പെട്ടെന്ന് മനസ്സിലായി. ആ അപരിചിതനെ പുറത്തേറ്റാൻ വിസമ്മതിച്ചുകൊണ്ട് അതൊന്ന് കുടഞ്ഞുമാറി. ഇതൊരു വല്ലാത്ത ജന്തുവാണല്ലോ, ഇവന്റെ പുറത്ത് ഞാൻ കയറുന്നത് ഇവന് ഇഷ്ടമല്ലത്രേ. പാരമ്പര്യമുള്ള രാജവംശത്തിൽ പിറന്നവർക്കേ ഇതിന്റെ പുറത്തു കയറാൻ യോഗ്യതയുള്ളൂവെന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ തഞ്ചാവൂരിലെ മുത്തരയർ രാജാവ് തിരികെ വന്നിട്ട് തന്നെ വേണം ഇതിന്റെ പുറത്തു കയറാൻ. അവൻ പരിഹാസരൂപേണ പറഞ്ഞത് കേട്ട് മറ്റുള്ള പടയാളികൾ ആർത്തിച്ചിരിച്ചു. കാരണം തഞ്ചാവൂരിലെ മുത്തരയർ വംശം നമാവശേഷമായിട്ട് 100 വർഷം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ പാറിക്കളിക്കുന്നത് ചോളന്മാരുടെ പുലിക്കുടിയാണ്. കുതിരയുടെ ആഗ്രഹം അതായിരിക്കാം. പക്ഷേ എന്നോട് ചോദിച്ചാൽ മരിച്ചുപോയ മുത്തരയരേക്കാൾ ഭേദം ജീവിച്ചിരിക്കുന്ന ഈ താണ്ഡവരായൻ തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റൊരു വീരൻ പറഞ്ഞു. താണ്ഡവരായ, നിന്നെ പുറത്തേറ്റാത്ത ഈ കുതിര യഥാർത്ഥത്തിലുള്ളത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിക്കോ. വല്ല ഉത്സവത്തിന് കൊണ്ടുവന്ന തട്ടിക്കൂട്ട് കുതിരയാവാനും മതി. വേറൊരുവൻ കളിയാക്കി. അതും ഞാനൊന്ന് പരീക്ഷിച്ചേക്കാം എന്നു പറഞ്ഞുകൊണ്ട് താണ്ഡവരായൻ കുതിരയുടെ വാല് പിടിച്ചു തിരിച്ചു. അഭിമാനിയായ ആ കുതിര വേദന കൊണ്ട് പൊളഞ്ഞു. അത് തന്റെ പിൻകാലുകൾ ആഞ്ഞുവീശി 4 തവണ തൊഴിച്ചുകൊണ്ട് മുന്നോട്ടു പാഞ്ഞു. എടാ, അത് ഓടുന്നു, ഇത് ശരിക്കുമുള്ള കുതിര തന്നെയാടാ. പടയാളികൾ ആർത്തുവിളിച്ചു. അവർ ഹോയ് ഹോയ് എന്നാക്രോശിച്ചുകൊണ്ട് ഓടുന്ന കുതിരയെ കൂടുതൽ ഭയപ്പെടുത്തി. തിരുനാളിന്റെ തിരക്കിനിടയിലേക്ക് കുതിര പാഞ്ഞുകയറി. അതിന്റെ കുളമ്പടികൾക്കിടയിൽ പെടാതിരിക്കാൻ ആളുകൾ പരിഭ്രാന്തരായി 4 പാടും ചിതറിയോടി. എന്നിട്ടും ചിലർക്ക് തൊഴിയേറ്റ് നിലത്തു വീണു. നിയന്ത്രണം വിട്ട കുതിര ഭ്രാന്തമായി മുന്നോട്ട് കുതിച്ചു. ഇതെല്ലാം വന്ധ്യത്തേവന്റെ കൺമുന്നിൽ വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. അവന്റെ മുഖഭാവത്തിൽ നിന്ന് ആ കുതിര അവന്റേതാണെന്ന് ആഴ്വാർക്കടിയാൻ ഊഹിച്ചെടുത്തു. കണ്ടോ ചെറുപ്പക്കാരാ, ആ പഴുവൂരിലെ തടിയന്മാർ കാണിച്ചുകൂട്ടിയത്? എന്നോട് കാണിക്കാൻ വന്ന വീര്യം അവരുടെ നേർക്ക് കാണിക്കാമായിരുന്നില്ലേ എന്ന് അവൻ വന്ധ്യത്തേവനെ കുട്ടിനോവിച്ചുകൊണ്ട് പറഞ്ഞു. വന്ധ്യത്തേവന് കോപമിറച്ചു കയറി. അവൻ പല്ലുറുമിക്കൊണ്ട് ആത്മസംയമനം പാലിച്ചു. പഴുവൂരിലെ പടയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരോടെല്ലാം ഒരേ സമയം ഏറ്റുമുട്ടുന്നത് വിഡ്ഢിത്തമാണ്. മാത്രമല്ല, അവനൊരു പോരാട്ടത്തിനായി അവർ കാത്തുനിന്നതുമില്ല. കുതിര ഓടിപ്പോകുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് അവരും മുന്നോട്ട് നടന്നു.
വന്ധ്യത്തേവൻ തന്റെ കുതിര ഓടിപ്പോയ ദിശയിലേക്ക് നടന്നു. കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോൾ അത് തനിയെ നിൽക്കുമെന്നവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവനതിൽ വലിയ ഉത്കണ്ഠ തോന്നിയില്ല. പക്ഷേ പഴുവേട്ടരയ്യരുടെ അഹങ്കാരികളായ ഭടന്മാരെ ഒരു പാഠ്യം പഠിപ്പിക്കണമെന്ന ചിന്ത അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പുളിമരങ്ങൾക്കപ്പുറം ആളൊഴിഞ്ഞ ഒരിടത്ത് ദുഃഖം ഖനീപൊലിച്ച രൂപം പോലെ ആ കുതിര നിൽക്കുന്നുണ്ടായിരുന്നു. വന്ധ്യത്തേവൻ അരികിലെത്തിയപ്പോൾ അതൊന്ന് ചിനച്ചു. എന്നെ തനിച്ചാക്കി എവിടെ പോയിരുന്നു? ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടതെന്തിനാണ് എന്ന് ആ മിണ്ടാപ്രാണി പരിഭവം പറയുന്നതുപോലെ തോന്നി ആ ചിനക്കൽ. വന്ധ്യത്തേവൻ അതിന്റെ പുറത്ത് തട്ടി സാന്ത്വനിപ്പിച്ചു. എന്നിട്ട് അതിനെയും കൊണ്ട് വീണ്ടും വഴിയിലേക്ക് നടന്നു. ഉത്സവത്തിരക്കിലുണ്ടായിരുന്ന പലരും അവനെ കണ്ട് ചോദിച്ചു, എന്തിനാ ചെറുപ്പക്കാരാ ഈ വാശിക്കാരൻ കുതിരയെയും കൊണ്ട് ഈ ജനക്കൂട്ടത്തിലേക്ക് വന്നത്? എത്ര പേരെയാണ് അത് തൊഴിച്ചു വീഴ്ത്തിയത്? ഈ പയ്യനെന്ത് ചെയ്യാനാണ്? കുതിരയ്ക്ക് എന്ത് പിഴച്ചു? ആ പഴുവേട്ടരിയരുടെ തെമ്മാടികളായ ഭടന്മാരല്ലേ ഈ പ്രശ്നമുണ്ടാക്കിയത്? ഒന്ന് രണ്ടുപേർ അവനുവേണ്ടി സംസാരിച്ചു. ആഴ്വാർക്കടിയാൻ അപ്പോഴും വഴിയിൽ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇതൊരു ശല്യമായല്ലോ, ഇവൻ നമ്മളെ വിട്ടുപോകുന്ന ലക്ഷണമില്ലല്ലോ എന്ന് മനസ്സിലോർത്തുകൊണ്ട് വന്ധ്യത്തേവൻ മുഖം ചുളി. ചെറുപ്പക്കാരാ, നീ ഏതു വഴിക്കാ പോകുന്നത്? ആഴ്വാർക്കടിയാൻ ചോദിച്ചു. ഞാനോ? കുറച്ചു ദൂരം പടിഞ്ഞാറോട്ടു പോയി, പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് അല്പം കിഴക്കോട്ടു വളഞ്ഞ് അതിനുശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് പോകും, വന്ധ്യത്തേവൻ പറഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നു രാത്രി എവിടെയാണ് തങ്ങുന്നത് എന്നാണ് ചോദിച്ചത്. അതെന്തിനാ നീ അറിയുന്നത്? ഒരുപക്ഷേ നീ കടമ്പൂർ ശംഭുവരരുടെ കൊട്ടാരത്തിലാണെങ്കിൽ എനിക്കവിടെ ഒരു ചെറിയ കാര്യമുണ്ടായിരുന്നോ? നിനക്കെന്താ മന്ത്രിവിദ്യ വശമുണ്ടോ? ഞാൻ കടമ്പൂർ കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്ന് നീ അറിഞ്ഞതെങ്ങനെ? അതിലെന്താണിത്ര അത്ഭുതം? ഇന്ന് പല ദിക്കുകളിൽ നിന്നും അവിടേക്ക് വിരുന്നുകാർ വരുന്നുണ്ട്. പഴുവേട്ടരയ്യരും സംഘവും അങ്ങോട്ടാണ് പോകുന്നത്. സത്യമാണോ? വന്ധ്യത്തേവൻ അത്ഭുതം പ്രകടിപ്പിച്ചു. അതെ, നിനക്കതറിയില്ലായിരുന്നോ? ഈ കാണുന്ന ആനയും കുതിരയും പല്ലക്കുമെല്ലാം കടമ്പൂർ കൊട്ടാരത്തിൽ നിന്നുള്ളതാണ്. പഴുവേട്ടരയ്യരെ എതിരേൽക്കാൻ വന്നതാണ്. അദ്ദേഹം എവിടെ പോയാലും ഈ ബഹുമാനമെല്ലാം കിട്ടാതിരിക്കില്ല. വന്ധ്യത്തേവൻ ഒരു നിമിഷം ആലോചനയിലാണ്ടു. പഴുവേട്ടരയ്യർ തങ്ങുന്ന അതേയിടത്ത് തങ്ങാനൊരവസരം കിട്ടുന്നത് ചെറിയ കാര്യമല്ല. ആ മഹാവീരനുമായി ഒന്ന് പരിചയപ്പെടാൻ പോലും ഒരവസരം കിട്ടിയേക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ അഹങ്കാരികളായ ഭടന്മാരുമായുണ്ടായ അനുഭവം അവന്റെ മനസ്സിൽ കൈപ്പുണർത്തി. ചെറുപ്പക്കാരാ, നിനക്ക് ഒരു സഹായം ചെയ്യാമോ? ആഴ്വാർക്കടിയാൻ ദയനീയമായ സ്വരത്തിൽ ചോദിച്ചു. നിന്നെ സഹായിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഈ നാട്ടിൽ പുതിയ ആളാണ്. നിന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമേ ഞാൻ പറയൂ. ഇന്നു രാത്രി എന്നെ കടമ്പൂർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം. എന്തിന്? അവിടെ വല്ല വീരശൈവരും വരുന്നുണ്ടോ? ശിവനാണോ വിഷ്ണുവാണോ വലിയ ദൈവമെന്ന് തർക്കിച്ച് ഒരു തീരുമാനത്തിലെത്താനാണോ? അല്ലല്ല, വഴക്കുണ്ടാക്കുകയല്ല എന്റെ ജോലി. ഇന്ന് രാത്രി കടമ്പൂർ മാളികയിൽ വലിയൊരു വിരുന്നുണ്ട്. വിരുന്നിനു ശേഷം കളിയാട്ടവും സാമ്യാട്ടവും കുറവൈക്കൂത്തുമെല്ലാം ഉണ്ടാകും. എനിക്ക് കുറവൈക്കൂത്ത് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകാനാണ്? ഞാൻ നിന്റെ ഭൃത്യരാണെന്ന് പറഞ്ഞാൽ മതി. വന്ധ്യത്തേവന് നേരത്തെയുണ്ടായിരുന്ന സംശയം ബലപ്പെട്ടു. ഇത്തരം തട്ടിപ്പുകൾക്ക് നീ വേറെ ആരെങ്കിലും നോക്കണം. നിന്നെപ്പോലൊരു ഭൃത്യന് എനിക്ക് ആവശ്യമില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. മാത്രമല്ല, നീ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ എന്നെത്തന്നെ ഇന്ന് കോട്ടയ്ക്കകത്ത് കടത്തി വിടുമോ എന്ന സംശയമാണിപ്പോൾ. അപ്പോൾ നിനക്ക് കടമ്പൂരിലേക്ക് ക്ഷണമില്ലാതെയാണോ പോകുന്നത്? ഒരു തരത്തിൽ ക്ഷണമുണ്ട്. ശംഭുവരരുടെ മകൻ കന്ദമാരവേൾ എന്റെ അടുത്ത സുഹൃത്താണ്. ഈ വഴിക്ക് വരുമ്പോൾ തീർച്ചയായും അവരുടെ കൊട്ടാരത്തിൽ വരണമെന്ന് അവൻ പല പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ട്. അത്രയുള്ളോ? എങ്കിൽ നിന്റെ കാര്യമെന്ന് കുറച്ച് കഷ്ടത്തിലാകും. അവർ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ നടന്നു. ചെറുപ്പക്കാരൻ, നീ എന്തിനാണ് ഇപ്പോഴും എന്റെ പിന്നാലെ വരുന്നത്? വന്ധ്യത്തേവൻ ചോദിച്ചു. അതേ ചോദ്യം എനിക്കും തിരിച്ചു ചോദിക്കാം. നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? നിനക്ക് നിന്റെ വഴിക്ക് പോയിക്കൂടെ? വഴിയറിയാത്തതുകൊണ്ടാണ്. നമ്പി, നീ എങ്ങോട്ടാ പോകുന്നത്? കടമ്പൂരിലേക്ക് തന്നെയാണോ? അല്ല, നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവില്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ വിണ്ണകര യാത്രയാണ്. വീരനാരായണ പെരുമാൾ സന്നിധിയിലേക്കാണോ? അതെ, എനിക്കും ആ ക്ഷേത്രത്തിൽ വന്ന പെരുമാളെ ദർശിക്കാൻ ആഗ്രഹമുണ്ട്. നീ ഒരുപക്ഷേ വിഷ്ണുക്ഷേത്രത്തിലേക്ക് വരില്ലായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. തീർച്ചയായും കാണേണ്ട കോവിലും ദർശിക്കേണ്ട സന്നിധിയുമാണത്. ഇവിടെ ഈശ്വരമുനികൾ എന്നൊരു ഭട്ടർ പെരുമാളിന് കൈങ്കര്യം ചെയ്തു വരുന്നു. അദ്ദേഹം വലിയൊരു മഹാനാണ്. ഞാനും കേട്ടിട്ടുണ്ട്. എന്താണിവിടെ ഇത്ര തിരക്ക്? ക്ഷേത്രത്തിൽ വല്ല വിശേഷമുണ്ടോ? ഉണ്ട്. ഇന്ന് ആണ്ടാളിന്റെ തിരുനാൾ. ആടിമാസത്തിലെ 18-ാം പെരുക്കിനൊപ്പം ആണ്ടാളിന്റെ തിരുനാളും ഒന്നിച്ചു വന്നു. അതുകൊണ്ടാണ് ഇത്ര ആഘോഷം. ചെറുപ്പക്കാരാ, നീ ആണ്ടാളിന്റെ പാശുരങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേൾക്കരുത്, ഒരിക്കലും അത് കേൾക്കരുത്. എന്താ ഇത്ര വിരോധം? വിരോധമൊന്നുമില്ല. നിന്റെ നന്മയ്ക്കു വേണ്ടി പറഞ്ഞതാണ്.
ആണ്ടാളിന്റെ മധുരമായ പാശുരങ്ങൾ കേട്ടാൽ പിന്നെ നീ വാളും വേലുമെല്ലാം വലിച്ചെറിഞ്ഞ എന്നെപ്പോലെ കണ്ണനോടുള്ള പ്രണയവുമായി വിണ്ണകരെ യാത്ര പുറപ്പെടും. നിനക്ക് ആണ്ടാളിന്റെ പാശുരങ്ങൾ അറിയാമോ? പാടുമോ? ചിലതറിയാം. വേദങ്ങളെ തമിഴിലേക്ക് മൊഴിമാറ്റിയ നമ്മാഴ്വാരുടെ പാശുരങ്ങളിൽ ചിലതും അറിയാം. പെരുമാളിന്റെ സന്നിധിയിൽ ഞാൻ പാടാം. വേണമെങ്കിൽ കേട്ടോളൂ. ദേ കോവിലെത്തി. അപ്പോഴേക്കും അവർ വീരനാരായണ പെരുമാൾ കോവിലിന്റെ അരികിലെത്തിയിരുന്നു. വിജയാലയ ചോളന്റെ പേരമകനായ പരാന്തക ചോളൻ ഒന്നാമൻ മധുരയും ഈഴവും കീഴടക്കിയ കോപ്പരകേസരി എന്ന ബഹുമതി നേടിയവനായിരുന്നു. ചോള സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് അദ്ദേഹമായിരുന്നു. തില്ലൈ ചിദംബരം ക്ഷേത്രത്തിന് പൊൻകൂരമേഞ്ഞുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി. ചോളശിഖാമണി, ശൂരശിഖാമണി തുടങ്ങിയ പല ബിരുദങ്ങൾക്കൊപ്പം വീരനാരായണൻ എന്നൊരു വിശേഷ പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരാന്തകന്റെ കാലത്ത് വടക്ക് രാഷ്ട്രകൂട രാജാക്കന്മാർ പ്രബലരായിരുന്നു. മാന്യഖേദത്തിൽ നിന്ന് അവർ എപ്പോൾ വേണമെങ്കിലും പടയോട്ടം നടത്താമെന്ന് അദ്ദേഹം കരുതി. അതിനാൽ തന്റെ മൂത്തപുത്രനായ രാജാദിത്യനെ ഒരു വലിയ സൈന്യത്തോടൊപ്പം തിരുമിനൈപ്പാടി നാട്ടിൽ നിലയുറപ്പിച്ചു. ആ സൈന്യത്തിലെ ലക്ഷക്കണക്കിന് പടയാളികൾക്ക് പ്രത്യേക ജോലിയൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് രാജാദിത്യന്റെ മനസ്സിലൊരാശയമുദിച്ചു. അവരെക്കൊണ്ട് നാടിനുപകാരപ്രദമായ ഒരു മഹത്തായ കാര്യം ചെയ്യിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. വടക്കേ കാവേരി എന്നും കൊള്ളിടമെന്നും അറിയപ്പെട്ടിരുന്ന ആ മഹാനദിയിലൂടെ അളവറ്റ ജലം പാഴായി കടലിലേക്കൊഴുകിപ്പോയിരുന്നു. അതിലൊരു ഭാഗം പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ പടയാളികളെ ഉപയോഗിച്ച് കടലുപോലെ വിശാലമായ ഒരു തടാകം അദ്ദേഹം നിർമ്മിച്ചു. അതിന് തന്റെ പിതാവിന്റെ പേരായ വീരനാരായണൻ ഏരി എന്ന് നാമകരണം ചെയ്തു. അതിന്റെ തീരത്ത് വീരനാരായണപുരം എന്നൊരു നഗരം പണിത് അവിടെ ഒരു വിണ്ണഗരവും അഥവാ വിഷ്ണുക്ഷേത്രവും സ്ഥാപിച്ചു. ശ്രീമൻ നാരായണമൂർത്തി ജലത്തിൽ ശയിക്കുന്നവനും ജലസ്വരൂപനുമാണല്ലോ. അതിനാൽ തടാകങ്ങളെ സംരക്ഷിക്കുന്നതിനായി അതിന്റെ കരയിൽ നാരായണമൂർത്തിക്ക് ക്ഷേത്രം പണിയുന്നത് അന്നത്തെ പതിവായിരുന്നു. അതനുസരിച്ച് വീരനാരായണപുരം വിണ്ണഗരത്തിൽ വീരനാരായണ പെരുമാളെ കുടിയിരുത്തി. അങ്ങനെയുള്ള പെരുമാളിന്റെ കോവിലിലേക്കാണിപ്പോൾ വന്ധ്യദേവനും ആഴ്വാർക്കടിയാനും എത്തിയത്. സന്നിധിയിലെത്തിയതും ആഴ്വാർക്കടിയാൻ പാടാൻ തുടങ്ങി. ആണ്ടാളിന്റെ ചില പാശുരങ്ങൾക്ക് ശേഷം അവൻ നമ്മാഴ്വാരുടെ തമിഴ് വേദത്തിൽ നിന്ന് ചിലത് പാടി. പൊലിക 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 പോയിട്ടു വല്ലുയിർ ശാപം നലിയും നരകവും നൈന്ത് നമനുവിങ്കു യാതൊன்றுമില്ലായി കണ്ടോം 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 കണ്ണു കിനിയേന കണ്ടോം തൊണ്ടീരെല്ലീറും വാരിയർ തൊഴുതു തൊഴുതു നിൻറാർത്തും. ഇങ്ങനെ പാടുമ്പോൾ ആഴ്വാർക്കടിയാന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി കവിളിലൂടെ ഒഴുകിയിറങ്ങി. വന്ധ്യത്തേവൻ ആ ഗാനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞില്ലെങ്കിലും ഹൃദയം അലിഞ്ഞു. ആഴ്വാർക്കടിയാനെക്കുറിച്ച് അവൻ മുൻപ് കരുതിയതു മാറി. ഇതൊരു പരമഭക്തൻ തന്നെ അവൻ മനസ്സിലോർത്തു. വന്ധ്യത്തേവനെപ്പോലെ മറ്റു ചിലരും ആ ഗാനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ അധികാരികൾ കേട്ടു. അർച്ചകനായ ഈശ്വരഭട്ടർ കണ്ണുനീരോടെ നിന്ന് കേട്ടു. അദ്ദേഹത്തിനരികിൽ പാൽമണം മാറാത്ത ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തിന്റെ മകനും അത് കേട്ടുനിൽക്കുന്നുണ്ടായിരുന്നു. ആഴ്വാർക്കടിയാൻ 10 പാശുരങ്ങൾ പാടി അവസാനിപ്പിച്ചു. അത് കേട്ടുനിന്ന് ഭട്ടരുടെ മകൻ തന്റെ അച്ഛനോടെന്തോ പറഞ്ഞു. അദ്ദേഹം കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു, അയ്യാ, കുരുക്കൂരിലെ ഷഡഗോപർ എന്ന് നമ്മാഴ്വാർ 1000 ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതെല്ലാം അങ്ങേക്കറിയാമോ? അടിയനത്ര ഭാഗ്യം ലഭിച്ചിട്ടില്ല. ചില 10 മാത്രമേ അറിയൂ. അറിയാവുന്നത്ര ഈ കുട്ടിക്ക് പറഞ്ഞുകൊടുക്കണം. ഈശ്വരമുനികൾ അഭ്യർത്ഥിച്ചു. ഭാവിയിൽ ഈ നാട് പല മഹത്വങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനിരിക്കുന്നു. പാൽമണം മാറാത്ത മുഖത്ത് തേജസ്സോട് നിന്ന് നമ്മാഴ്വാരുടെ പാശുരങ്ങൾ കേട്ട ആ ബാലൻ വളർന്ന് നാഥമുനികൾ എന്ന പേരിൽ വൈഷ്ണവ ആചാര്യ പരമ്പരയിലെ ആദ്യത്തെ ആചാര്യനായി മാറും. അവൻ കുരുകൂർ എന്ന ആഴ്വാർ തിരുനഗരിയിലേക്ക് പോയി വേദങ്ങളെ തമിഴിൽ മൊഴിമാറ്റിയ നമ്മാഴ്വാരുടെ 1000 പാശുരങ്ങളും തേടിപ്പിടിച്ചു ശേഖരിക്കും. ആ പാശുരങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സംഗീതത്തോടുകൂടി പാടി നാടെങ്ങും പ്രചരിപ്പിക്കും. നാഥമുനികളുടെ പേരമകനായി അവതരിക്കുന്ന ആളവന്താർ പല അത്ഭുതങ്ങളും പ്രവർത്തിക്കും. ഇരുവരും ജനിച്ച ഈ പുണ്യഭൂമി ദർശിക്കാൻ ശ്രീരാമാനുജൻ ഒരുനാൾ വരും. വരുമ്പോൾ വീരനാരായണ തടാകവും അതിന്റെ 74 കനാലുകളും കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടും. തടാകത്തിലെ ജലം 74 കനാലുകളിലൂടെ ഒഴുകി ജനങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ നാരായണന്റെ കാരുണ്യപ്രവാഹം ജീവജാലങ്ങളിലേക്കെത്തിക്കാൻ 74 ആചാര്യപീഠങ്ങൾ സ്ഥാപിക്കണമെന്ന് ആ മഹാനുഭാവന്റെ മനസ്സിൽ ഉദയം ചെയ്യും. അതനുസരിച്ച് സിംഹാസനാധിപതികൾ എന്ന പേരിൽ 74 വൈഷ്ണവ ആചാര്യന്മാർ ഉണ്ടാകും. ഈ മഹത്തായ സംഭവങ്ങളെല്ലാം വൈഷ്ണവ ഗുരുപരമ്പരയുടെ ചരിത്രം വിശദമായി പറയട്ടെ. നമുക്ക് വീണ്ടും വന്ധ്യത്തേവനിലേക്ക് ശ്രദ്ധ തിരിക്കാം. പെരുമാളെ ദർശിച്ച് ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയപ്പോൾ വന്ധ്യത്തേവൻ ആഴ്വാർക്കടിയാനെ നോക്കി പറഞ്ഞു, നമ്പി, അങ്ങ് ഇത്രയും വലിയൊരു ഭക്തനും പണ്ഡിതനുമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
ചെറുപ്പക്കാരാ, പക്ഷേ എനിക്കിപ്പോ ഒരു സഹായം ചെയ്യാമോ? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചെറുപ്പക്കാരാ, പക്ഷേ ഇപ്പോൾ എനിക്കൊരു സഹായം ചെയ്യാമോ? അങ്ങയുടെ സഹായാഭ്യർത്ഥന എനിക്ക് നിറവേറ്റാനാവില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, അങ്ങ് സമ്മതിച്ചതുമല്ലേ? ഇത് മറ്റൊന്നാണ്. ഞാനൊരു ചെറിയ കുറിപ്പ് തരാം. നീ കടമ്പൂർ കൊട്ടാരത്തിൽ തങ്ങുകയാണെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ ഒരാൾക്ക് കൊടുക്കണം. ആർക്ക്? പഴുവെട്ടിയറയ്യരുടെ ആനയ്ക്ക് പിന്നാലെ അടച്ച പല്ലക്കിൽ പോയ ആ സ്ത്രീക്ക്. നമ്പി ഇനി ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? ഇത്തരം ജോലികൾക്കാണോ എന്നെ കിട്ടിയത്? നിങ്ങളല്ലാതെ മറ്റാരെങ്കിലുമായിരുന്നു ഈ വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ചെറുപ്പക്കാരാ, ദേഷ്യപ്പെടേണ്ട. നിനക്ക് കൊണ്ടുകഴിഞ്ഞാൽ വേണ്ട. പക്ഷേ ഈ സഹായം നീ എനിക്ക് ചെയ്തിരുന്നെങ്കിൽ എന്നെങ്കിലും എന്റെ സഹായവും നിനക്ക് ഉപകാരപ്പെട്ടേനെ. സാരമില്ല, നീ പോയിക്കോളൂ. വന്ധ്യത്തേവൻ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. അവൻ കുതിരയുടെ പുറത്തേക്ക് ചാടിക്കേറി അതിവേഗം കടമ്പൂരിന് ലക്ഷ്യമാക്കി പാഞ്ഞുപോയി.